ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ഞങ്ങളുടെ തിരുപ്പതി യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് വളരെ മോശം ഫുഡായിരുന്നു. ഇത് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നത്. നല്ല ഫുഡായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഫുഡും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനും അനുസരിച്ചുള്ള ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റി. ബൊഫേ സിസ്റ്റം ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനും അവരവർക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. സന്തോഷത്തോടെ എല്ലാവരും കഴിക്കുന്നതാണ് കാണുന്നത്. പിന്നെ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ആരും നോൺ വെജ് ഒന്നും ഉപയോഗിച്ചില്ല. എല്ലാവരും വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് ഉപയോഗിച്ചത്. രാവിലെ എന്തായാലും അമ്പലത്തിലേക്ക് പോകാനാണ്, ഒന്നും കൂടെ അമ്പലത്തിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചാണ് പോകാൻ തീരുമാനിച്ചത്. 3500 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമുക്ക് ടാക്സിയുടെ ഫീസായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ രാവിലെ ഞങ്ങൾ ടാക്സിയിലാണ് പിറ്റേ ദിവസം രാവിലെ തിരുമല ദേവസ്ഥാനത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് അങ്ങോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ യിലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇത് കാണുന്നത്. ബസ് സ്റ്റാൻഡും പരിസരങ്ങളും അതുപോലെ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണിത്. പിന്നീട് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എത്ര എടുത്താലും മതി വരാത്ത കണക്കുള്ള പൂക്കളും ചെടികളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ആ കുന്ന് കയറി പോകുന്ന വഴിക്കുള്ള മനോഹരമായ ദൃശ്യങ്ങൾ നല്ല രസമാണ് കാണാൻ. നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് തിരുപ്പതി ദേവസ്ഥാനത്ത് വന്ന് ഇതൊക്കെ കാണണമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നല്ല കുന്നുകളും മലകളും ഒക്കെ കാണാൻ കഴിയും. ഇങ്ങനെ ചുരം കയറി മുകളിലെത്തുന്നത് വരെയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. എത്ര നമുക്ക് വീഡിയോ എടുത്താലും മതിയാവത്തില്ല, അത്രയ്ക്ക് നല്ല നല്ല സ്ഥലങ്ങളാണ് കാണാൻ കഴിയുന്നത്. പിന്നീട് ഇതുപോലെ ഓരോ ചെക്കിംഗ് പോയിന്റിലും വണ്ടി നിർത്തി നമ്മളെ ഫുൾ ചെക്ക് ചെയ്താണ് ഉള്ളിലോട്ട് വിടത്തുള്ളതേ ഉള്ളൂ. അങ്ങനെ ഓരോ ചെക്കിംഗ് പോയിന്റും കഴിഞ്ഞ് വേണം നമ്മൾ അമ്പലത്തിനടുത്ത് എത്താൻ. അമ്പലത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കഴിഞ്ഞ ദിവസം ക്യൂ നിന്ന് നമ്മൾ പാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓരോ കമ്പാർട്ട്മെൻറ്റുകളിൽ ഇങ്ങനെ അടയ്ക്കും. അവിടെ നമുക്ക് എല്ലാവിധ ഫുഡും അവിടെ കിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ്, അതുപോലെ തൈര് സാദം, ഉച്ചയ്ക്ക് പുളിസാദം, അതുപോലെ അവരുടെ ആന്ധ്രാപ്രദേശിൻ്റെ ഫുഡുകളാണെന്നേ ഉള്ളൂ. അതിൻ്റെ ടേസ്റ്റ് നമുക്കങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. എങ്കിലും അവിടെ ഇങ്ങനെ എല്ലാ സമയത്തും നമുക്ക് അതാത് സമയങ്ങളിൽ അവർ ഫുഡ് കൊണ്ടുവന്ന് തരും. അതുപോലെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ നല്ല പാല്, നല്ല കട്ടി പാല് തിളപ്പിച്ച് അതുപോലെ അതിനെ പഞ്ചസാര ഇട്ട് നമുക്ക് അവിടെ ഇഷ്ടം പോലെ തരും. അങ്ങനെ നമ്മൾ ഓരോ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നതിലുള്ള ഒരു സമയം വിഷമമുള്ളവർ ബാക്കി അവിടെ ഫുഡിനോ അതേപോലെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവിധ സൗകര്യങ്ങളും അവിടെ തിരുപ്പതി ദേവസ്ഥാനത്ത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെല്ലുന്ന ഭക്തജനങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും അവിടെ അനുഭവപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ നല്ല വൃത്തിയാണ്. എല്ലായിടത്തും ഒരു പൊടി പോലും ഇല്ലാതെ, നല്ല അഴുക്കും ഒന്നുമില്ലാതെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെ അവർ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കസിനും അവരുടെ ഹസ്ബൻഡും അമ്പലത്തിൽ തൊഴുവാനായിട്ട് ഉള്ളിലേക്ക് പോയി. ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കുറേ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും അതുപോലെ അവിടെ കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കാണുന്നതിനും വീഡിയോ എടുക്കുന്നതിനുമായിട്ട് അമ്പലത്തിന് വെളിയിൽ നടക്കുകയാണ്. ഇത് തലമുടി അടിക്കുന്ന സ്ഥലമാണ്. അവിടെ വരുന്ന മിക്കവാറും ആൾക്കാർ തലമുണ്ടനം ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം തലമുണ്ടനം ചെയ്യും. അതിനൊന്നും പ്രത്യേക ഫീസും ഒന്നുമില്ല. അതുപോലെ ക്ലോക്ക് റൂമിൽ നമുക്ക് ഫീസില്ല. പിന്നീട് തലമുണ്ടനം ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഒരു ദക്ഷിണ പോലെ കൊടുത്താൽ മതി. പിന്നീട് ഇതുപോലെ വിരിവെച്ച് ഒരുപാട് ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ശബരിമലയിലൊക്കെ വിരിവെച്ച് കിടക്കുന്നത് പോലെ ആൾക്കാർ അവിടെ വിരിവെച്ച് കിടക്കും. അവർക്കും എപ്പോഴും ഫുഡും അന്നദാനവും അതുപോലെ വെള്ളവും എല്ലാം അവിടെ ഉണ്ട്. വെള്ളമൊക്കെ നല്ല തണുത്ത നല്ല
ഡ്രിങ്കിങ് വാട്ടർ എന്ന് എഴുതി വെക്കുന്ന വെള്ളമൊക്കെ നല്ല വെള്ളമാണ്. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് നമുക്ക് ക്ലോറിൻ്റെ ചെവയോ അങ്ങനെ ഒന്നും ഒരു ഇല്ല. നല്ല വെള്ളമാണ്. പിന്നീട് ഇതുപോലെ ഒരുപാട് കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളുണ്ട് അതിന് ചുറ്റിനും. അവിടെയൊക്കെ നമ്മൾ തൊഴുതു. അതിനുശേഷം നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിന് അടുത്തെത്തി. അവിടെ നല്ല വെയിലായിരുന്നു ആ സമയത്ത്. 10-11 മണിയൊക്കെ ആയ സമയമായിരുന്നു. അന്ന് നല്ല ചൂടാണ്. അങ്ങോട്ട് നമുക്ക് പോകണമെങ്കിൽ ചെരുപ്പ് ഇടാൻ പാടില്ല. ചെരുപ്പ് ഒന്നിൽ ക്ലോക്ക് റൂമിൽ വെക്കണം, അല്ലെങ്കിൽ അവരവരുടെ ബാഗിനുള്ളിൽ വെക്കണം. ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് ഞങ്ങൾ ദൂരെ നിന്നാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നീട് വൈകുന്നേരത്തോടു കൂടി കുറച്ച് അങ്ങോട്ട് പോയി നിന്ന് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. ഉള്ളിലൂടെ പോയി ഭഗവാനെ ദർശനം നടത്തുന്ന മാത്രമേ ഉള്ളൂ നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പാടില്ലാത്തത്. അല്ലെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കുന്നതിനും അതിൻ്റെ ചുറ്റും നടക്കുന്നതിനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആരും ഒന്നും പറയത്തില്ല. ഉള്ളിൽ പോകുമ്പം നമ്മൾ യാതൊരുവിധ ഫോണോ അതുപോലെ വാച്ചോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ചുരിദാർ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഷാള് വേണമെന്ന് നിർബന്ധമുണ്ട്. വേറെ ഒരു നിർബന്ധം അവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അന്നദാനം 24 അവേഴ്സും അവിടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കും. അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ്, ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. എല്ലാം നല്ല രീതിയിൽ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരുപ്പതി ചെന്ന് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോകളൊക്കെ അവിടെ നിന്ന് എടുക്കുകയാണ്. പിന്നീട് അവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട്. അവിടെ ആ ക്ഷേത്രക്കുളത്തിൽ ഒരു മണ്ഡപമുണ്ട്. അതൊക്കെ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നല്ല ചൂടായിരുന്നു. ക്ഷേത്രക്കുളത്തിലോട്ട് നമ്മളെ ഇറക്കി വിടത്തില്ല. അതിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. അത് വെളിയിൽ നിന്ന് നമുക്ക് ആ കുളം കാണാനൊക്കെ പറ്റും. ഇതിന് തൊട്ടടുത്താണ് ആ ക്ഷേത്രക്കുളം വരുന്നത്. ആ ക്ഷേത്രക്കുളത്തിൽ ഒരു മണ്ഡപവും ഉണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വലിയ കുളമാണ്. ഈ മണ്ഡപത്തിനുള്ളിലാണ് അവിടെ പ്രത്യേക പൂജയൊക്കെ ഉള്ള ദിവസവും അതേപോലെ ഭഗവാന്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ഈ ആറാട്ട് ഉത്സവങ്ങളൊക്കെ വരുമ്പോഴാണെന്ന് തോന്നുന്നു ഈ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് ഭഗവാനെ ഇരുത്തിയതിന് ശേഷമാണ് എല്ലാ ചടങ്ങുകളും നടത്തുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഈ മണ്ഡപമുണ്ട്. കുളത്തിൻ്റെ സൈഡിലായിട്ട് ഈ മണ്ഡപമുണ്ട്. അങ്ങനെ ആ മണ്ഡപമൊക്കെ നമുക്ക് ഗ്രില്ലിനിടയിലൂടെ നിന്നുള്ള ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത്. അങ്ങോട്ട് ആർക്കും ഇറക്കി പോകാൻ പറ്റത്തില്ല. എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നീട് ഇതുപോലെ ഭജന സംഘങ്ങളുണ്ട്. അത് നമ്മൾ ഗുരുവായൂരെ പോലെ ഒരു ബാച്ച് നാമം ചൊല്ലി കഴിയുമ്പോൾ അടുത്ത ആൾക്കാരിരുന്ന് വീണ്ടും ഭജന തുടങ്ങും. അതിങ്ങനെ 24 അവേഴ്സും അവിടെ ഭജന നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനൊരു സ്ഥലമാണത്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കടകളിലൊക്കെ കയറി. പക്ഷെ എല്ലാത്തിനും നല്ല വിലയാണ്. ടൂറിസ്റ്റ് സ്ഥലം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വെളിയിൽ നിന്ന് വരുന്നത് കൊണ്ട് അവരെല്ലാത്തിനും നല്ല വിലയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാലയൊക്കെ വാങ്ങിക്കാം. ഒരു മാലയ്ക്ക് 50 രൂപയുടെ മാലയ്ക്കൊക്കെ 150-200 രൂപയൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് നടത്തി. അങ്ങനെ ഏകദേശം ഒരു 4-5 മണിയോടുകൂടി ഭഗവാന്റെ പല്ലക്കിൽ എഴുന്നള്ളിപ്പാണ് നടക്കുന്നത്. ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പല്ലക്കിൽ എഴുന്നള്ളിപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയി എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഉള്ളിലോട്ട് ചെല്ലാൻ പറ്റില്ല. ഇതുപോലെ ഗ്രില്ല് വെച്ച് അടച്ചേക്കുവാണ്. നമുക്ക് വെളിയിൽ നിന്ന് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. എങ്കിലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഭഗവാനെ പല്ലക്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ആറാടിച്ച് എല്ലാവരെയും ഇങ്ങനെ കാണിച്ചാണ് അവർ കൊണ്ടുപോകുന്നത്. എല്ലാവരും ഗോവിന്ദ ഗോവിന്ദ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ അത് കാണാനുള്ള ഭാഗ്യവും നമുക്കുണ്ടായി. ഇത് ഒരു ദിവസം ഇനി രാത്രിയിലും പല്ലക്കിൽ എഴുന്നള്ളിപ്പുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനും ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പല്ലക്ക് എഴുന്നള്ളിപ്പിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഭഗവാന്റെ ഗോപീചന്ദനത്തിൻ്റെ അതാണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ പുറകെ ആൾക്കാരിങ്ങനെ കൊണ്ടുപോകുന്നത് കാണാം. അതൊക്കെ അവിടുത്തെ ഓരോ ആചാരങ്ങളാണ്. ഇതെല്ലാം വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും നമ്മൾ തിരുപ്പതിയിൽ പോയി ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞത് വളരെ ഭാഗ്യമാണ്.
പെട്ടെന്ന് പോയി അതിൽ നേരെ തൊഴുതിട്ട് പോകുന്നവർക്ക് ഇത് കാണാൻ പറ്റില്ല. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഇതൊക്കെ കാണാനായിട്ട് നിന്നാൽ മാത്രമേ നമുക്കിതൊക്കെ കാണാൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ ഓരോ സമയങ്ങളിലാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ അവിടെ എപ്പോഴും കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഒരുപാട് കല്യാണം നടക്കുന്നത് നമ്മൾ കണ്ടു. കല്യാണ ചെറുക്കനും പെണ്ണും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി പൂവൊക്കെ ചൂടി നടക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5:30-6 മണി ആയിട്ടുണ്ട്. അവിടെ എങ്ങും ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല. ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് നടന്നപ്പോൾ ഒരാൾ വന്ന് വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെരുപ്പ് കയ്യിലെടുത്തതാണ്. ചെരുപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞ പെട്ടെന്ന്. ഇത് നമ്മൾ സന്ധ്യ സമയത്തുള്ള ഒരു വ്യൂ ആണ്. കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. സന്ധ്യ ഏകദേശം ഒരു 6-6:30 മണിയോടായി. ആ സമയത്തുള്ള ഇതാണ്. പിന്നെ അവിടെ ഒരു വാരാഹി ടെമ്പിൾ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് തൊഴുതു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പം നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനായിട്ട് എല്ലാവരും ഞങ്ങളുടെ ടാക്സി വന്നിട്ടുണ്ട്. അങ്ങനെ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയതാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 2 മണിക്കാണ് നമുക്ക് ട്രെയിൻ. കേരള എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് വന്നത്. അങ്ങനെ രാവിലെ കൊല്ലത്തേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു വൈകിട്ട് രാത്രി 8 മണിയോടുകൂടി കൊല്ലത്ത് എത്തിച്ചേർന്നു. എന്തായാലും വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു തിരുപ്പതി യാത്ര. അവിടെ പോകാനും ഭഗവാന്റെ ദർശനം കിട്ടാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായി. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. ഗോവിന്ദ